പ്രമുഖ എൻട്രൻസ് കോച്ചിങ് സെൻ്ററായ റെയ്സും മർക്കസ് നോളജ് സിറ്റിയിലെ അലിഫ് ഗ്ലോബൽ സ്കൂളും ചേർന്നുകൊണ്ട് യങ് ജീനിയസ് എക്സാമിനേഷൻ സംഘടിപ്പിക്കുകയാണ്. വരുന്ന മെയ് 10-നാണ് എക്സാം നടക്കുന്നത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള വിദ്യാർത്ഥികൾക്കും ഈ എക്സാം അഭിമുഖീകരിക്കാവുന്നതാണ്. റെയ്സ് യങ് ജീനിയസ് എക്സാമിൻ്റെ വിവരങ്ങളും മറ്റുമൊക്കെ നമുക്ക് നമ്മുടെ അലിഫ് ഗ്ലോബൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പളോട് തന്നെ ചോദിക്കാം. സർ, എക്സാം എവിടെ വെച്ച് എങ്ങനെയൊക്കെ എഴുതാൻ സാധിക്കും? നമ്മൾ റെയ്സ് യങ് ജീനിയസ് എക്സാമിനേഷൻ നടത്തുന്നത് ഇപ്രാവശ്യം മെയ് 10-ന് ഓൺലൈനായാണ്. നമ്മൾ മുമ്പ് 2-3 പ്രാവശ്യം ഓൺലൈൻ ഓഫ്ലൈനുമായി എക്സാം നടത്തിയിരുന്നു. ഒരുപാട് കുട്ടികൾ എക്സാം എഴുതുകയും സ്കോളർഷിപ്പിലൂടെ അഡ്മിഷൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ നടത്തുന്നത് 2025 മെയ് 10-ന് ഓൺലൈനായിട്ടാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള കുട്ടികൾക്ക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്കാണ് അത് എഴുതാനുള്ള അവസരമുള്ളത്. മാത്രമല്ല, ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് 9-10 ക്ലാസ്സിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഇത്രയും വിഷയങ്ങളാണ്. അതിലെ സിലബസിനെ ആശ്രയിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ എക്സാം എഴുതി സ്കോളർഷിപ്പ് ലഭിക്കുന്ന കുട്ടിക്ക് ലഭിക്കുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? അത് വളരെ ആകർഷകമായ ബെനിഫിറ്റാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. 1 കോടിയോളം രൂപയുടെ സ്കോളർഷിപ്പാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇതിനകം നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടില്ല എല്ലാ കുട്ടികളും സ്കോളർഷിപ്പോട് കൂടിയാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അതാണ് എൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഏറ്റവും നല്ല അക്കാദമിക്സ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് 1 രൂപ പോലും ഫീസ് അടക്കാതെയും നമ്മുടെ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ സ്കോളർഷിപ്പ് എക്സാമിനേഷനിലെ പെർഫോമൻസ് സ്കോർ എത്രയാണെന്ന് നോക്കി അതിനനുസരിച്ചുള്ള തുകയാണ് നമ്മൾ സ്കോളർഷിപ്പായി കൊടുക്കുന്നത്. 1 കോടി രൂപ മൊത്തം കുട്ടികൾക്ക് സ്കോളർഷിപ്പായി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ മറ്റ് കോച്ചിങ് റെയ്സുമായി ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകത വരുന്നത്? റെയ്സിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്നത് അക്കാദമിക്സ് മെയിനായിട്ട് റെയ്സ് തന്നെയാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും കമ്പ്യൂട്ടർ സയൻസും അല്ലാത്ത എല്ലാ സബ്ജക്റ്റും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് അടക്കമുള്ള എല്ലാ വിഷയങ്ങളും എൻട്രൻസ് ഓറിയൻറ്റഡായി ചെയ്യുന്നത് റെയ്സാണ്. കാരണം നീറ്റ് JEE ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. കുട്ടികൾക്ക് ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനും ഒക്കെ താല്പര്യമുള്ള കുട്ടികളെ ഉന്നം വെച്ചുകൊണ്ടാണ് ഈ കോഴ്സ് നമ്മൾ നടത്തുന്നത്. ഈ മേഖലയിൽ ഒരുപാട് വർഷത്തെ ലെഗസിയുള്ള പരിചയമുള്ള ഒരു സ്ഥാപനമാണ് റെയ്സ്. അതുകൊണ്ടാണ് നമ്മൾ റെയ്സുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ അക്കാദമിക്സ് മെയിനായും റെയ്സ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നുണ്ടാവുക. ഇതിൽ നമ്മുടെ നാറ്റീവായിട്ട് കുട്ടികളെക്കാട്ടിലും വിദേശ രാജ്യങ്ങളിൽ, എസ്പെഷ്യലി GCC, മാൽഡീവ്സ് പോലുള്ള രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ഒരുപാട് ഇത്തരത്തിൽ കേരളത്തിലെ സാഹചര്യത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം ഇത് എങ്ങനെയാണ് ഉപകാരപ്പെടുക? മർക്കസ് നോളജ് സിറ്റി ക്യാമ്പസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗ്ലോബൽ റീച്ചുള്ള ക്യാമ്പസാണ്. ഇവിടെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ സ്വദേശത്തും വിദേശത്തുമായുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ സ്കൂളിൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ 30% മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളാണ്. മാത്രമല്ല, മറ്റ് രാജ്യത്തു നിന്നുള്ള കുട്ടികളടക്കം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ +1ലേക്കും +2ലേക്കും ഒക്കെ തന്നെ ഏത് സ്റ്റേറ്റിലുള്ള ഏത് രാജ്യത്തുള്ള കുട്ടികളെയും അഡ്മിഷൻ എടുക്കാൻ നമുക്ക് പറ്റും. അവർക്കൊക്കെ ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിനുവേണ്ടി പറ്റുന്ന അതിന് കപ്പാസിറ്റിയുള്ള ടീച്ചേഴ്സാണ് നമുക്കുള്ളത്. അതിന് ഈ റെയ്സുമായി അസോസിയേറ്റ് ചെയ്യാൻ കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നീറ്റ് JEE കോച്ചിങ് രംഗത്ത് ഏറ്റവും നല്ല റിസൾട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെൻ്ററാണ് റെയ്സ്. അതുകൊണ്ടാണ് അവരോട് നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ട രൂപം? ഇതിന് റെയ്സ് നമ്മുടെ അലിഫ് ഗ്ലോബൽ സ്കൂളിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ മതി. അതിൽ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്. അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെനു ഉണ്ട്. ആ മെനുവിൽ സീനിയർ സെക്കൻഡറി അഡ്മിഷൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് സ്കോളർഷിപ്പിന് വേണ്ടിയാണോ അപ്ലൈ ചെയ്യേണ്ടത് അതോ നേരിട്ട് അഡ്മിഷൻ എടുക്കുകയാണോ വേണ്ടത് എന്നുള്ളത് തീരുമാനിച്ചിട്ട് അതാത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് ഇവിടുന്ന് കോൾ അല്ലെങ്കിൽ മെസ്സേജ് വരും. അതുവഴി അവർക്ക് വേണ്ട ഗൈഡൻസ് നമ്മൾ കൊടുക്കും. എത്ര സീറ്റാണ് ഈ രൂപത്തിൽ ഇത്തവണ അറേഞ്ച് ചെയ്യുന്നത്? നമുക്ക് 80 സീറ്റ് ഉണ്ട്. 80 സീറ്റ് +1ലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുണ്ട്. ഇതിനകം തന്നെ കുറച്ച് സീറ്റുകൾ ഫില്ലായിട്ടുണ്ട്. ഇനി കുറച്ച് സീറ്റുകളെ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മളുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്ന കുട്ടി എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ 10th കഴിഞ്ഞ കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികളും നമ്മുടെ സ്കൂളിൽ തന്നെ +1 തുടരണം എന്നാഗ്രഹിക്കുന്നവരാണ്. ഇവരൊക്കെ നമ്മളെ സമീപിച്ചിരുന്നു. പലരും കൊമേഴ്സ് ആവശ്യപ്പെട്ടിരുന്നു. കൊമേഴ്സ് നമ്മൾ ഈ വർഷം തുടങ്ങാൻ പരിപാടി ഇല്ലാത്തത് കൊണ്ട് സയൻസ് മാത്രം ആണുള്ളത്. അതിലേക്ക് മാത്രമേ അഡ്മിഷൻ എടുക്കുന്നുള്ളൂ. മറ്റൊന്ന്, നമ്മുടെ സ്കൂളിൽ പഠിച്ച കുട്ടിയാണെങ്കിൽ പോലും എൻട്രൻസ് എക്സാമിനേഷനിൽ അതല്ലെങ്കിൽ നമ്മുടെ സ്കോളർഷിപ്പോ അഡ്മിഷൻ എക്സാമിനേഷനിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റാത്ത കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ അഡ്മിഷൻ നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ആർക്കും വന്നിട്ട് ഈ എക്സാം എഴുതി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ സുരക്ഷിതത്വം വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ അലിഫ് ഗ്ലോബൽ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റി എങ്ങനെയാണ്? ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയെ സ്കൂളിലേക്ക് വിടുന്നതിന് മുമ്പ് അവൻ എവിടെയൊക്കെ പോകും, ആരോടൊക്കെ കൂട്ടുകൂടും, എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ പോയി പെടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വലിയ ആധിയാണ് രക്ഷിതാക്കൾക്കുള്ളത്. പക്ഷേ
നോളജ് സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന അല്ലെങ്കിൽ അലിഫ് ഗ്ലോബൽ സ്കൂൾ നോളജ് സിറ്റിക്ക് അകത്തുള്ള ഒരു സ്കൂൾ എന്നുള്ള നിലക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് അതേക്കുറിച്ച് ചിന്തിച്ച് ബേജാറാവേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇവിടെ ഒരുപാട് സെക്യൂരിറ്റി കൗണ്ടറുകൾ കടന്നാണ് കുട്ടികൾ എത്തുന്നത്. അതിന് പുറമെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ കുട്ടിയും ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ അവരുടെ ബാഗെല്ലാം പരിശോധിച്ചിട്ടാണ് ഉള്ളിൽ കയറ്റുന്നത്. തിരിച്ച് വീട്ടിലേക്ക് രക്ഷിതാവിൻ്റെ കൂടെ വിടുന്നതിന് മുമ്പും അവരുടെ ബാഗ് പരിശോധിച്ചിട്ടാണ് വിടുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ ഒരു ക്യാമ്പസ് സൗകര്യമാണ് നമ്മൾ ഒരുക്കുന്നത്. ഹോസ്റ്റൽ സൗകര്യം എങ്ങനെ തന്നെ? ഹോസ്റ്റൽ സൗകര്യവും നല്ല പ്രീമിയം സൗകര്യമാണ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നല്ല AC ഒക്കെ ചെയ്തുകൊണ്ടുള്ള ക്ലാസ് റൂമും ഹോസ്റ്റലാണ് നമുക്കുള്ളത്. അതോടൊപ്പം ഓരോ 10 കുട്ടികൾക്കും ഓരോ മെൻറ്റർ എന്നുള്ള നിലക്ക് അവരെ ശ്രദ്ധിക്കാനും അവർക്ക് സപ്പോർട്ട് ചെയ്യാനും വേണ്ടി മെൻറ്റേഴ്സ് നമ്മുടെ സ്കൂളിലുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും സുരക്ഷിതമായൊരു ക്യാമ്പസാണെന്ന് 100% നമുക്ക് ആത്മവിശ്വാസത്തിൽ പറയാൻ സാധിക്കും അലിഫ് ഗ്ലോബൽ സ്കൂൾ. ഓക്കെ. ഏതായാലും GCC രാജ്യങ്ങളിൽ നിന്നും മാലിദ്വീപ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നും എല്ലാമുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് വലിയൊരു അവസരമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്നവർക്ക് നീറ്റ് JEE എക്സാം അതിനുള്ള കോച്ചിങ്ങോട് കൂടെ തന്നെ 1 കോടി രൂപയോളം മൂല്യം വരുന്ന സ്കോളർഷിപ്പോട് കൂടെ പഠിക്കാനുള്ള അവസരമാണ് ഈ എക്സാം വഴി സാധ്യമാകുന്നത്.